നമസ്കാരം. ഇന്ന് ഞാനൊരു പുതിയ ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ചിക്കൻ സാൻഡ്വിച്ചാണ്. അതായത് മുതിർന്നവർക്കും പിള്ളേർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ഐറ്റമാണ്. നിങ്ങളപ്പോൾ അത് ഞാനെന്തായാലും ഇത് കഴിച്ചു നോക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങളെ കൂടെ കൂട്ടി ഒന്നുകൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം. അതിനകത്ത് ഓരോ ഇൻഗ്രീഡിയൻസും മിസ് ചെയ്യാതെ നിങ്ങൾ കാണണം. അപ്പോൾ നമുക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ? നല്ല അടിപൊളി ഐറ്റമാണ്. വാ. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട വെജിറ്റബിൾസ് ഞാനൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. റെഡ് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ ഗ്രീൻ ക്യാപ്സിക്കവും എടുത്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞ്. നമുക്ക് വേണമെങ്കിൽ റെഡിന് പകരം അല്ലെങ്കിൽ ഗ്രീനിന് പകരം നമുക്ക് യെല്ലോ ക്യാപ്സിക്കം വേണമെങ്കിലും ചേർക്കാം. നമ്മുടെ ഇഷ്ടം പോലെ അത് ചേർക്കാം. ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് അതിലേക്കൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചിക്കൻ പീസ് എടുത്ത് വെക്കാം. ഞാനിവിടെ ലെഗ് പീസാണ് എടുത്തിട്ടുള്ളത്. നമുക്കിഷ്ടമുള്ള പീസ് എടുക്കാം. ബോൺലെസ് ആണെങ്കിൽ ബോൺലെസ് എടുക്കാം. ഇവിടെ ലെഗ് പീസ് ഇരുന്നത് കൊണ്ട് ഞാൻ ലെഗ് പീസ് എടുത്തെന്നുള്ളതേ ഉള്ളൂ. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്കൊരു ചെറിയ സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ കുരുമുളക് ചതച്ചൊരു 3/4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് പെരി പെരി സീസണിങ് ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അതിൻ്റെ അടച്ച് അടച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചിക്കൻ ഒരു 4 വിസിൽ വരെ നമുക്ക് വേവണം. കാരണം നമുക്ക് ചിക്കൻ ചെറുതായിട്ട് നുള്ളി എടുക്കണമെങ്കിൽ അതിന് നല്ല വേവ് വേണം. അതുകൊണ്ടാണ് 4 വിസിൽ വരെ വേവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് നമുക്ക് വെന്ത ചിക്കനൊക്കെ ഒരു പ്ലേറ്റിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്കൊരു ഫോർക്ക് എടുത്തിട്ട് ചിക്കൻ അതിൻ്റെ ഇലയിൽ നിന്ന് നമുക്കിങ്ങനെ ചെറുതായിട്ട് വിടിയിപ്പിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുത്താൽ മതി, വിട്ട് പോകുന്നോളും. കാരണം ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുള്ളത് കൊണ്ട് ഈസി ആയിട്ട് വിട്ട് പോകുന്നോളും. ഇനി നമുക്കത് ഓരോന്നോരോന്നായിട്ട് അത് വിടിയിച്ചെടുക്കാം. അതേസമയം നിങ്ങൾ ബോൺലെസ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കഷ്ടപ്പാടിൻ്റെ ആവശ്യം വരുന്നില്ലായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ വിടിയിച്ചെടുക്കണം. നമ്മളതിൻ്റെ ദശയൊക്കെ എല്ലാം ഊരിയെടുത്തതിന് ശേഷം നമ്മൾ കൈ വെച്ച് ചെറുതായിട്ടിങ്ങനെ പിച്ച് കൊടുക്കാം. നമുക്ക് ഒട്ടും വലിയ പീസുകൾ വേണ്ട. നമുക്ക് തീരെ ചെറിയ പീസുകളാക്കി പിച്ച് എടുക്കണം. ഇനി നമുക്കൊരു പാൻ ചൂടാകാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പം എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് സവോള അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. സവോള ഞാൻ ഒരു പീസാണ് എടുത്തിട്ടുള്ളത്, ഒരു സവോളയാണ് എടുത്തിട്ടുള്ളത്. അത് ഫുൾ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അതുപോലെ വെളുത്തുള്ളി അരിഞ്ഞതും അതുപോലെ ക്യാപ്സിക്കം റെഡും ഗ്രീനും നമുക്കിനി ചേർത്ത് കൊടുക്കാം. അതെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് ചേർക്കുമ്പോഴത്തേക്ക് നല്ലൊരു കളർഫുള്ളായിട്ട് വരും. നമുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇപ്പോൾ എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം അത് മിക്സ് ചെയ്ത് കൊടുക്കണം. സവോളയൊക്കെ ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്യാൻ ശരിക്കും നല്ലോണം മിക്സ് ചെയ്യണം. വെജിറ്റബിളും ചിക്കനും എല്ലാം കൂടെ നല്ലോണം മിക്സ് ആവണം. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ ഉപ്പും അതുപോലെ ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. കുരുമുളക് ചതച്ചതാണ്. അതുപോലെ നമ്മൾ നേരത്തെ ചിക്കൻ വേവിക്കാൻ നേരത്ത് ഇട്ട് കൊടുത്ത നമ്മുടെ ആ പെരി പെരി സീസണിങ് കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് എല്ലാം കൂടെ നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനിയാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ മിക്സ് നല്ലോണം ജ്യൂസി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ വേവിച്ച സ്റ്റോക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് 2 തവിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതെല്ലാം കൂടെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഇത് നല്ലോണം ഒന്ന് വേവുന്നോടെ നമുക്കൊരു 5 മിനിറ്റ് ഇതിലൊന്ന് വെയിറ്റ് ചെയ്യാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചിക്കനിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പേസ്റ്റ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഞാനൊരു ബൗളിലേക്ക് കുറച്ച് മയോണൈസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ചില്ലി സോസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യണം അത്. ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്ത് നമുക്ക് നമ്മുടെ സോസ് ഇതുപോലെ കിട്ടണം. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ നമ്മൾ ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു തവി വെച്ച് നിന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്യണം. നമ്മുടെ ആ സോസ് ചിക്കനായിട്ട് നല്ലോണം മിക്സ് ആവണം. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്.
ഇനിയിപ്പോൾ ഞാനിവിടെ 2 സ്ലൈസ് വൈറ്റ് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വൈറ്റോ ബ്രൗണോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് ബ്രെഡ് വേണമെന്നുള്ളത്. ഇനിയിപ്പോൾ നമ്മുടെ ചിക്കൻ ബ്രെഡിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ എല്ലാ സൈഡിലേക്കും നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ചിക്കൻ എത്താത്ത സ്ഥലങ്ങളിലൊക്കെ നല്ലോണം അത് മിക്സ് ആഡ് ചെയ്ത് നല്ലോണം ചെയ്ത് കൊടുത്തിട്ട് മറ്റേ സ്ലൈസ് എടുത്ത് ഇതിൻ്റെ പുറത്തേക്ക് വെക്കാം. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഞാൻ നൈഫ് വെച്ച് സെൻറ്ററിൽ കൂടെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ സാൻഡ്വിച്ച് നല്ല അടിപൊളിയായിട്ട് ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു കേട്ടോ. ഞാനിവിടെ 2 സാൻഡ്വിച്ച് എടുത്തിട്ടുള്ളത്. ഒന്ന് ടോസ്റ്റ് ചെയ്തതും ഒന്ന് ടോസ്റ്റ് ചെയ്യാതെയും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തെടുക്കാം. ടോസ്റ്റ് ചെയ്ത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലാത്തവർക്ക് ടോസ്റ്റ് ചെയ്യാതെ എടുക്കാം. നമ്മളെന്തായാലും ഇവിടെ രണ്ടും ചെയ്ത സ്ഥിതിക്ക് നമുക്ക് രണ്ടും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേക്കാം അല്ലേ. ഇത് നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം. കാരണം അടിപൊളി ഐറ്റമാണ്. അടിപൊളി ഐറ്റം എന്ന് പറഞ്ഞാൽ നല്ല ജ്യൂസി ആയിട്ടുണ്ട് അതിൻ്റെ അകമൊക്കെ. അതുപോലെ തന്നെ എന്നാണ് ടേസ്റ്റ് വൈസ് ആണെങ്കിലും നമ്മൾ കുരുമുളകൊക്കെ ചേർത്തെങ്കിൽ ഒരുപാട് എരിവ് കാര്യങ്ങളൊന്നുമില്ല. നല്ല അടിപൊളി ഐറ്റം എന്ന് പറഞ്ഞാൽ സൂപ്പർ ഐറ്റമാണ്. നിങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളാണ്. ഞാനിനി നമ്മുടെ ടോസ്റ്റ് ചെയ്യാത്ത സാൻഡ്വിച്ചും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം. അതൊന്നുമല്ല, രണ്ടും നല്ലതാണ്. ഇപ്പം ടോസ്റ്റ് ചെയ്ത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്ത് നോക്കാം, അല്ലാത്തവർക്ക് ടോസ്റ്റ് ചെയ്യാതെ നോക്കാം. ഏതാണെങ്കിലും അടിപൊളിയാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് വേണം മുന്നോട്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.